3 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നിലവിളിച്ചപ്പോൾ കഴുത്തു ഞെരിച്ച് കൊന്ന് ഓടയിൽ തള്ളി. ഡൽഹിയിൽ പ്രതി പിടിയിൽ. തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ കബസ്ഹരയിൽ 3 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ 37കാരൻ പിടിയിൽ. ഉത്തർപ്രദേശിലെ ബല്ലിയ സ്വദേശിയായ ചന്ദൻ കുമാറാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ അറസ്റ്റിലായത്. കുട്ടിയുടെ കുടുംബം താമസിക്കുന്ന അതേ കെട്ടിടത്തിൽ തന്നെയാണ് പ്രതിയും താമസിച്ചിരുന്നത്. ജൂലൈ 10-നാണ് കുട്ടിയെ പെട്ടെന്ന് കാണാതാകുന്നത്. തുടർന്ന് കുടുംബത്തിന്റെ പരാതിയിൽ കബസേര പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തിരച്ചിൽ തുടരുന്നതിനിടെ ജൂലൈ 14-നും 15-നും ഇടയിലുള്ള രാത്രിയിൽ കബസ്ഹേരയിലെ ഒരു ഓടയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓടയിൽ തള്ളുന്നതിന് മുൻപ് തന്നെ കുട്ടി കൊല്ലപ്പെട്ടിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചന്ദൻ കുമാറിലേക്ക് പോലീസ് എത്തിയത്. ദൃശ്യങ്ങളിൽ ഇയാളുടെ നീക്കങ്ങളിൽ സംശയം തോന്നിയ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. എന്നാൽ കുട്ടി ഉറക്ക നിലവിളിച്ചതോടെ ഭയന്നുപോയ ഇയാൾ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം ഓടയിൽ ഉപേക്ഷിച്ചു. വ്യാഴാഴ്ച കബസ്ഹേരയിലെ ഇയാളുടെ ഒളിത്താവളത്തിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇടതുകാലിന് വെടിയേറ്റ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇയാളിൽ നിന്ന് ഒരു നാടൻ തോക്കും വെടിയുണ്ടയും കണ്ടെടുത്തു. തയ്യൽ തൊഴിലാളിയായ പ്രതി ചന്ദൻ കുമാർ വിവാഹിതനാണ്. ഇയാളുടെ ഭാര്യയും 5 വയസ്സുള്ള മകനും സ്വദേശമായ വെല്ലിയയിലാണ് താമസിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.